ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകൾ. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. കാത്തിരിപ്പിന് അന്ത്യമായി വോട്ടെണ്ണലിന് ഇനി മണിക്കൂറുകൾ മാത്രം. ഓരോ മണ്ഡലങ്ങൾക്കായി പ്രത്യേകം തയ്യാറാക്കിയ കേന്ദ്രങ്ങളിൽ CCTV ഉൾപ്പെടെയുള്ള എല്ലാ സുരക്ഷാ ക്രമീകരണവും ഒരുങ്ങിക്കഴിഞ്ഞു. റിപ്പോർട്ട് കാണാം പ്രധാന വാർത്തകൾക്കു ശേഷം. ന്യൂനപക്ഷങ്ങൾക്ക് ഭയപ്പാട് സൃഷ്ടിച്ച LDF UDF പ്രചരണങ്ങൾക്ക് ചെങ്ങന്നൂരിലെ ഫലം കനത്ത തിരിച്ചടിയാകുമെന്ന് അഡ്വക്കേറ്റ് PA ശ്രീധരൻപിള്ള. മലാപ്പറമ്പ് UP സ്കൂൾ അടച്ചുപൂട്ടാനുള്ള ഉത്തരവിനെതിരെ സമരം ശക്തമാകുന്നു. ഐക്യദാർഢ്യവുമായി നിരവധി സംഘടനകളും രംഗത്ത്. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണലിന് ഇനി മണിക്കൂറുകൾ മാത്രം. വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിൽ കനത്ത സുരക്ഷാ സംവിധാനങ്ങൾ. വിജയാഹ്ലാദം കൊഴുപ്പിക്കാൻ ബാൻഡ് സംഘങ്ങൾ ഒരുങ്ങി. വിശദമായ വാർത്തകളിലേക്ക്. ന്യൂനപക്ഷങ്ങൾക്ക് ഭയപ്പാട് സൃഷ്ടിച്ചുള്ള LDF UDF പ്രചരണത്തിനുള്ള തിരിച്ചടിയായിരിക്കും ചെങ്ങന്നൂരിലെ തിരഞ്ഞെടുപ്പ് ഫലമെന്ന് അഡ്വക്കേറ്റ് PA ശ്രീധരൻപിള്ള. പിന്നോക്ക സമുദായത്തിന്റെ അടിത്തറയിൽ നിന്ന് പ്രവർത്തിച്ച CPM ആത്മാവ് നഷ്ടപ്പെട്ട പാർട്ടിയായി ഈ തെരഞ്ഞെടുപ്പിലൂടെ മാറുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കാലിക്കറ്റ് പ്രസ് ക്ലബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു ശ്രീധരൻപിള്ള. ചെങ്ങന്നൂർ മണ്ഡലത്തിലെ വെൺമണി പഞ്ചായത്തിൽ ന്യൂനപക്ഷത്തിന്റെ ഭൂരിപക്ഷ വോട്ടും തനിക്ക് ലഭിക്കുമെന്ന് അഡ്വക്കേറ്റ് PA ശ്രീധരൻപിള്ള. ന്യൂനപക്ഷങ്ങൾക്ക് ഭയപ്പാട് സൃഷ്ടിച്ചുള്ള LDF UDF പ്രചരണത്തിനുള്ള തിരിച്ചടിയാവും ചെങ്ങന്നൂരിലെ ഫലമെന്നും PA ശ്രീധരൻപിള്ള പറഞ്ഞു. കേരളത്തിലെ പാരമ്പര്യമായ നമ്മുടെ ധാരണകൾക്ക് വിരുദ്ധമായി ന്യൂനപക്ഷങ്ങളെ ഭയപ്പെടുത്തി വോട്ട് നേടുന്ന UDF LDF രാഷ്ട്രീയത്തിനുള്ള തിരിച്ചടിയായി മാറും എന്ന് ഞാൻ ഈ അവസരത്തിൽ എൻ്റെ പ്രസ് ക്ലബ് ആയതുകൊണ്ട് അതാണല്ലോ ഇപ്പം ഞാൻ കൂടി ഇവിടെ വന്ന് പറയാനിടയായതുകൊണ്ട് UDF LDF ന്യൂനപക്ഷങ്ങൾ ഭയപ്പാട് സൃഷ്ടിച്ചുകൊണ്ടാണ് കേരള രാഷ്ട്രീയത്തിൽ അവരുടെ അജണ്ട അതാണ്. ആ അജണ്ടയ്ക്കുള്ള മറുപടി ആയിരിക്കും ചെങ്ങന്നൂർ എന്ന് മാത്രം ഞാൻ പറയുന്നു. കേരള രാഷ്ട്രീയത്തിൽ ഏറ്റവും അധികം വേട്ടയാടപ്പെട്ട വ്യക്തിയാണ് വെള്ളാപ്പള്ളി. പിന്നോക്ക സമുദായത്തിന്റെ അടിത്തറയിൽ നിന്ന് പ്രവർത്തിച്ച CPM ആത്മാവ് നഷ്ടപ്പെട്ട പാർട്ടിയായി ഈ തെരഞ്ഞെടുപ്പിലൂടെ മാറുമെന്നും PA ശ്രീധരൻപിള്ള പറഞ്ഞു. പിന്നോക്ക അടിത്തറയിൽ അടിയുറച്ചു നിന്നുകൊണ്ട് ജയിച്ച CPMന്റെ വാട്ടർലൂവായി, അതിൻ്റെ സംഘടനാ സംവിധാനത്തിൻ്റെ വാട്ടർലൂവായി സീറ്റ് കിട്ടിയേക്കാം. ആത്മാവ് നഷ്ടപ്പെട്ട കക്ഷിയായി എന്തിനാണോ CPM കെട്ടിപ്പടുത്ത് കൊണ്ടുവന്നത് ആ അടിത്തറ തകർന്ന് ഞാൻ മതവിശ്വാസിയായതുകൊണ്ട് ആത്മാവ് നഷ്ടപ്പെട്ട അവസ്ഥയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എത്തുമെന്നുള്ളതാണ്, CPM എത്തുമെന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ സവിശേഷത. ശ്രീധരൻപിള്ള വിജയിക്കില്ല എന്ന് സർവേ നടത്തി പ്രവചിച്ചവരെ ദൈവം രക്ഷിക്കട്ടെ എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ജയപരാജയങ്ങളെ പറ്റി ഒന്നും ഞാൻ പറയുന്നില്ല. അത് ഏതായാലും ശ്രീധരൻപിള്ള ജയിക്കില്ല എന്നുള്ള ഇന്നലെ ചാനലുകൾ പ്രഖ്യാപിക്കുകയും സർവേക്കാർ പ്രഖ്യാപിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ. അവരെ ദൈവം രക്ഷിക്കട്ടെ. കാലിക്കറ്റ് പ്രസ് ക്ലബിൽ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. BJP ജില്ലാ പ്രസിഡന്റ് TP ജയചന്ദ്രനും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. മലാപ്പറമ്പ് AUP സ്കൂൾ അടച്ചുപൂട്ടാനുള്ള ഉത്തരവിനെതിരെ നടക്കുന്ന സമരം പുനരാരംഭിച്ചു. കൂടുതൽ സംഘടനകൾ ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചതോടെ സമരം മുൻപത്തേക്കാൾ ശക്തമാവുകയാണ്. മലാപ്പറമ്പ് AUP സ്കൂൾ വീണ്ടും അടച്ചുപൂട്ടാൻ DPI നൽകിയ അന്യായ ഉത്തരവ് റദ്ദാക്കാൻ അഭ്യർത്ഥിച്ച് സ്കൂൾ സംരക്ഷണ സമിതി ആഭിമുഖ്യത്തിൽ നടന്നുവരുന്ന ജനകീയ പ്രതിരോധ സമരം തെരഞ്ഞെടുപ്പിന് ശേഷം പുനരാരംഭിച്ചു. പൊതു തെരഞ്ഞെടുപ്പിന്റെ 3 പോളിംഗ് ബൂത്തുകൾ കൂടി പ്രവർത്തിക്കുന്ന മലാപ്പറമ്പ് AUP സ്കൂൾ കവാടത്തിൽ നടന്നു വന്നിരുന്ന ഉപരോധ സമരം തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ 2 ദിവസം നിർത്തിവെച്ചതായിരുന്നു. ബുധനാഴ്ച പകൽ നടന്ന സമരം ഗാന്ധി പീസ് ഫൗണ്ടേഷൻ പ്രസിഡന്റ് BK ബാലകൃഷ്ണൻ നായർ ഉദ്ഘാടനം ചെയ്തു. സ്കൂളുകളെ കൊണ്ട് എങ്ങനെയാണ് ആദായം ഉണ്ടാക്കുക? ഒരു കച്ചവട പീടിയാണെങ്കിൽ അതിന് ആദായം കണ്ടുകൊള്ളണം. അയാളുടെ അവിടെ ജീവനക്കാരുടെ മുഴുവനും ജീവിത ചെലവ് വെക്കണം, ആദായം ഉണ്ടാവുകയും വേണം. ഇതാണ് അവരുടെ ലക്ഷ്യം. പക്ഷേ സ്കൂൾ കൊണ്ട്, വിദ്യാലയത്തെ കൊണ്ട് എങ്ങനെയാണ് ആദായം ഉണ്ടാക്കുവാണ്? വാസ്തവത്തിൽ ആദായം എന്നുള്ളത് ആ വിദ്യ കൊണ്ടുള്ളതായ ആദായമാണ്.
RK ഇരവിൽ, ഭാസി മലപ്പറമ്പ്, TP ദാസൻ, പ്രേംകുമാർ എന്നിവർ സംസാരിച്ചു. മെയ് 21 ശനിയാഴ്ച പൂർവാധ്യാപകരും സമരത്തിൽ പങ്കെടുക്കും. ചൊവ്വാഴ്ച നടന്ന ഉപരോധ സമരത്തിന് PH താഹ, രജീഷ് മലപ്പറമ്പ്, സതീശൻ പാച്ചാക്കിൽ, സ്നേഹപ്രഭ, രാംദാസ് എന്നിവർ നേതൃത്വം നൽകി. സമരത്തിന് കൂടുതൽ സംഘടനകൾ ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചതായി സംരക്ഷണ സമിതി ഭാരവാഹികൾ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണലിനായി വെള്ളിമാട് കുന്നിലെ JDT ഇസ്ലാം എഡ്യൂക്കേഷണൽ കോംപ്ലക്സ് സജ്ജമായി. ഓരോ മണ്ഡലങ്ങൾക്കായി പ്രത്യേകം തയ്യാറാക്കിയ കേന്ദ്രങ്ങളിൽ വ്യാഴാഴ്ച രാവിലെ 8 മണിയോടെ വോട്ടെണ്ണൽ ആരംഭിക്കും. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വെള്ളിമാട് കുന്നിലെ JDT ഇസ്ലാം എഡ്യൂക്കേഷണൽ കോംപ്ലക്സ് വോട്ടെണ്ണലിന് സജ്ജമായി കഴിഞ്ഞു. ഓരോ മണ്ഡലങ്ങൾക്കായി പ്രത്യേകം തയ്യാറാക്കിയ കേന്ദ്രങ്ങളിൽ വ്യാഴാഴ്ച രാവിലെ 8 മണിയോടുകൂടി വോട്ടെണ്ണൽ ആരംഭിക്കും. സ്ഥാനാർത്ഥികൾക്കും ഏജന്റുമാർക്കുമുള്ള പാസുകൾ 7 മണിയോടുകൂടി വിതരണം ചെയ്യും. 13 മണ്ഡലങ്ങളിൽ നിന്നുള്ള EVMകൾ സൂക്ഷിച്ചിരുന്ന സ്ട്രോങ് റൂമുകളിൽ നിന്ന് കൗണ്ടിംഗ് സെന്ററിലെ ടേബിളുകളിലേക്ക് ഓരോ റൗണ്ടിലേക്കുമുള്ളവ എത്തിച്ച ശേഷമാണ് റിട്ടേണിംഗ് ഓഫീസർമാരുടെ നേതൃത്വത്തിൽ വോട്ടെണ്ണൽ നടക്കുക. വോട്ടർമാരുടെ എണ്ണത്തിനനുസരിച്ച് ഒരു കേന്ദ്രത്തിൽ 12 മുതൽ 14 വരെ ടേബിളുകൾ ഉണ്ടാകും. ഒരു ടേബിളിൽ ഒരു EVM എന്ന നിലയിലാണ് ഓരോ റൗണ്ടിലും വോട്ടെണ്ണൽ. ഇതിനു പുറമെ റിട്ടേണിംഗ് ഓഫീസർക്ക് പ്രത്യേക ടേബിളും ഉണ്ടാവും. ഈ ടേബിളിൽ 8 മണിക്ക് തപാൽ വോട്ടുകൾ എണ്ണുന്നതോടെയാണ് വോട്ടെണ്ണലിന് തുടക്കമാവുക. ഓരോ ടേബിളിലും കൗണ്ടിംഗ് സൂപ്പർവൈസർ, കൗണ്ടിംഗ് അസിസ്റ്റന്റ്, കൗണ്ടിംഗ് മൈക്രോ ഒബ്സർവർ എന്നിവരുമുണ്ടാവും. ഓരോ വോട്ടിംഗ് യന്ത്രത്തിലെയും വോട്ടുകൾ എണ്ണുന്ന മുറയ്ക്ക് അവയുടെ എണ്ണം ഡാറ്റാ ഷീറ്റിൽ രേഖപ്പെടുത്തി കൗണ്ടിംഗ് സൂപ്പർവൈസർ ഒപ്പുവെച്ച ശേഷം റിട്ടേണിംഗ് ഓഫീസറെ ഏൽപ്പിക്കും. റിട്ടേണിംഗ് ഓഫീസർ ഇത് പരിശോധിച്ച് ടാബുലേഷനു വേണ്ടി പ്രത്യേകം നിയോഗിക്കപ്പെട്ട സെല്ലിലേക്ക് കൈമാറും. ഇവിടെ നിന്നാണ് വോട്ടുകളുടെ എണ്ണം തിരഞ്ഞെടുപ്പ് കമ്മീഷന് അയക്കുക. അതോടൊപ്പം ഓരോ സ്ഥാനാർത്ഥിക്കും ലഭിച്ച വോട്ടുകൾ ബോർഡിൽ രേഖപ്പെടുത്തുകയും ചെയ്യും. രാവിലെ 8:10 ആദ്യ ഫലങ്ങൾ പുറത്തുവരുന്ന രീതിയിലാണ് കാര്യങ്ങൾ സജ്ജീകരിച്ചിരിക്കുന്നത്. 2 മണിക്കൂറിനകം അന്തിമഫലം പ്രഖ്യാപിക്കാമെന്ന കണക്കുകൂട്ടലിലാണ് അധികൃതർ. എല്ലാ റൗണ്ടും എണ്ണിത്തീർന്ന ശേഷം റിട്ടേണിംഗ് ഓഫീസറാണ് അന്തിമഫലം പ്രഖ്യാപിക്കുക. വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിൽ CCTV ഉൾപ്പെടെയുള്ള സുരക്ഷാ ക്രമീകരണങ്ങളും സജ്ജീകരിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. തെരഞ്ഞെടുപ്പിന്റെ രൂപവും ഭാവവും മാറുമ്പോൾ ആ മാറ്റം ആഹ്ലാദ പ്രകടനങ്ങളിലും ദൃശ്യമാണ്. പരമ്പരാഗത ബാൻഡ് വാദ്യങ്ങൾക്ക് പകരം ഡപ്പാങ്കുത്ത് പാട്ടുകളും നൂതന വാദ്യോപകരണങ്ങളും ആഹ്ലാദ പ്രകടനങ്ങളിലെ സ്ഥിര സാന്നിധ്യമായി മാറിയിരിക്കുന്നു. വലിയ ബേസും ക്ലാരിനെറ്റും സിംബലും ഉപയോഗിച്ചുള്ള പരമ്പരാഗത ബാൻഡ് സംഘങ്ങളൊക്കെ ഏതാണ്ട് അസ്തമിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് രംഗം ഹൈടെക്കിലേക്ക് കടക്കുമ്പോൾ ആഹ്ലാദ പ്രകടനങ്ങളിലും മാറ്റം ദൃശ്യമാവുന്നു. പുതിയ കാലത്തെ ചുള്ളന്മാർ പഴയ ബാൻഡുകൾക്ക് പകരം നാസിക് ധോലിലേക്ക് ചുവട് മാറ്റിയിരിക്കുന്നു. മേമ്പടിയായി താശയും കിലുക്കിയും. ബാൻഡ് വാദ്യം ഇന്നും ഒരു സ്ഥിരം തൊഴിലല്ല. മറ്റു തൊഴിലുകൾക്കിടയിൽ ചിലർ ചെയ്തു പോരുന്നു എന്ന് മാത്രം. നാസിക് ധോലിന്റെ കാര്യവും വ്യത്യസ്തമല്ല. വിദ്യാർത്ഥികളാണ് ഒട്ടുമിക്ക വാദ്യസംഘത്തിലെയും അംഗങ്ങൾ. കോഴിക്കോട് കല്ലുത്താങ്കടവിലെ സൈക്കോ 6 നാസിക് ധോൽ സംഘത്തിലെ C രാജിത്ത്. കല്യാണ പരിപാടിക്ക് മാത്രമല്ല നമ്മൾ പൊതുവെ വരിക. ഇങ്ങനെ ഈ ഇലക്ഷൻ്റെ ടൈം പ്രചാരണത്തിനും കലാശക്കൊട്ടിനും എല്ലാ പരിപാടിക്കും പോകുന്നുണ്ട്. നമ്മൾ മണിക്കൂർ 4 റുപ്യ വാങ്ങുക. ഇത് ഡോള് എല്ലാവരും 10 ആളുണ്ടാവും ഈ ഗ്രൂപ്പിൽ. നമ്മളെല്ലാവരും ഒരു എൻജോയ്മെൻറ്റുമാണ്, അതേസമയം ഒരു പൈസേൻ്റെ ഒരു ബിസിനസ്സുമാണ്. ഇങ്ങനെ സൈഡിൽ ഇങ്ങനെ ചെറുങ്ങനെ നടന്നു പോകും. അത്രയുള്ള എല്ലാവരും പഠിക്കണക്കന്മാരാണ്. ശരാശരി 12 പേരാണ് ഒരു നാസിക് ധോൽ സംഘത്തിലുള്ളത്. ഇതിൽ 6 പേർ ധോലടിക്കും, 3 പേർ താശയും, ഒരാൾ സബ്സ്റ്റിറ്റ്യൂട്ട് ആയിരിക്കും. ഇതിനു പുറമെ 2 കുട്ടികൾ കിലുക്കിയും ഉപയോഗിക്കും. വിവാഹം, ഉദ്ഘാടനം പോലുള്ള ആഘോഷ ചടങ്ങുകൾക്കൊപ്പം തെരഞ്ഞെടുപ്പ് കാലവും ഇവർക്ക് നല്ല കാലമാണ്. കൊട്ടിക്കലാശത്തിനും ആഹ്ലാദ പ്രകടനങ്ങൾക്കും വാദ്യസംഘങ്ങൾ കൂടിയേ തീരൂ. ക്യാമറാമാൻ കൃതേഷ് വേങ്ങേരിക്കൊപ്പം NP ഷക്കീർ, ജില്ലാ വാർത്തകൾ. വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. All I need is you by my side, so shine forever, world's finest gold. You will never be far, like stars on the night sky, raining deep in my heart. Chemanur. Bobby Chemanur International Jewelers. ഹലോ, ഒരു ചെറിയ ഷോപ്പിംഗ് ചെയ്യണമായിരുന്നു. ഒരു 4-5 ഡ്രസ് വാങ്ങിക്കുന്നതാണോടാ ചെറിയ ഷോപ്പിംഗ്? അയ്യോ, ഇതൊന്നും തികയില്ല. തികയും, മിച്ചവും വരും.
നീ കല്യാൺ സിൽക്സിലോട്ട് പോയി അവരുടെ സ്റ്റാർസ് കളക്ഷൻസ് ട്രൈ ചെയ്യും. സ്റ്റാർസ് കളക്ഷനോ? ദാ നോക്ക്, ഇതാണ് കല്യാൺ സിൽക്സിന്റെ സ്വന്തം പ്രൊഡക്ഷൻ യൂണിറ്റുകളിൽ ഒന്ന്. ഇവിടെ നിന്നാണ് 100% ക്വാളിറ്റിയോടുകൂടി ഇടനിലക്കാരില്ലാതെ സ്റ്റാർസ് കളക്ഷൻസ് നമ്മുടെ കൈകളിൽ എത്തുന്നത്. കല്യാൺ സിൽക്ക് സ്റ്റാർസ് കളക്ഷൻസ്, മെൻസ് വെയർ, ലേഡീസ് വെയർ, സാരി, കിഡ്സ് എന്നിവയിലെ ഏറ്റവും പുതിയ കളക്ഷനുകൾ. വില 250 രൂപ മുതൽ 2500 രൂപ വരെ. ഹലോ, നീ ഷോപ്പിങ്ങിന് പോയില്ലേ? ഷോപ്പിംഗും കഴിഞ്ഞു, മിച്ചവും വന്നു. അതല്ല സ്റ്റാർസ് കളക്ഷൻസ്, പോക്കറ്റ് മണി കൊണ്ട് ഇനി അടിമുടി മാറാം. കല്യാൺ സിൽക്സ്. Different cultures, one emotion. Malabar Gold and Diamonds. വാർത്തകൾ തുടരുന്നു. 14ാം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉയർന്ന പോളിംഗ് ശതമാനം രേഖപ്പെടുത്തി വീണ്ടും കോഴിക്കോട് ജില്ല. 2011 തെരഞ്ഞെടുപ്പിൽ രേഖപ്പെടുത്തിയതിനേക്കാൾ 0.61% വർധനവാണ് ഇത്തവണ ഉണ്ടായത്. ജില്ലയിൽ കുന്ദമംഗലം മണ്ഡലത്തിലാണ് ഏറ്റവും കൂടുതൽ പോളിംഗ് രേഖപ്പെടുത്തിയത്. 14ാം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉയർന്ന പോളിംഗ് ശതമാനം രേഖപ്പെടുത്തി സംസ്ഥാനത്ത് തലയുയർത്തി വീണ്ടും കോഴിക്കോട് ജില്ല. 2011 തിരഞ്ഞെടുപ്പിലും സംസ്ഥാനത്ത് പോളിംഗ് ശതമാനത്തിൽ 81.3% പോളിംഗ് രേഖപ്പെടുത്തി കോഴിക്കോട് ജില്ല ഒന്നാമതെത്തിയിരുന്നു. കഴിഞ്ഞ 2011 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 13 മണ്ഡലങ്ങളിൽ നിന്നുമായി 81.27% പോളിംഗ് ആയിരുന്നു രേഖപ്പെടുത്തിയത്. അന്ന് ഏറ്റവും ഉയർന്ന പോളിംഗ് രേഖപ്പെടുത്തിയത് കുറ്റ്യാടി മണ്ഡലത്തിലായിരുന്നു, 87.17%. ഏറ്റവും കുറവ് രേഖപ്പെടുത്തിയതാകട്ടെ കോഴിക്കോട് നോർത്ത് മണ്ഡലത്തിലും 77.06%. പേരാമ്പ്ര മണ്ഡലത്തിൽ 84.29% വോട്ട് രേഖപ്പെടുത്തിയപ്പോൾ കുന്നമംഗലം മണ്ഡലത്തിൽ 83.95% വോട്ട് രേഖപ്പെടുത്തി. എന്നാൽ എലത്തൂർ, ബാലുശ്ശേരി, നാദാപുരം, കൊയിലാണ്ടി എന്നീ മണ്ഡലങ്ങളിൽ ഏകദേശം ഒരേപോലെയായിരുന്നു പോളിംഗ് നില. എലത്തൂരിൽ 81.99%, ബാലുശ്ശേരിയിൽ 81.5%, നാദാപുരത്ത് 81.38%, കൊയിലാണ്ടി മണ്ഡലത്തിൽ 81.63% ആയിരുന്നു പോളിംഗ്. വടകര മണ്ഡലത്തിൽ 80.46%, കൊടുവള്ളി മണ്ഡലത്തിൽ 79.65%, തിരുവമ്പാടി മണ്ഡലത്തിൽ 79.11% പോളിംഗ് രേഖപ്പെടുത്തിയപ്പോൾ വേപ്പൂർ മണ്ഡലത്തിൽ ആകെ 78.71% പോളിംഗ് രേഖപ്പെടുത്തിയത്. സംരംഭക വഴിയിൽ നൂതന ആശയങ്ങളിലൂടെ വിജയഗാഥ രചിക്കുകയാണ് കൊയിലാണ്ടി സ്വദേശിനികളായ 3 വീട്ടമ്മമാർ. ആധുനിക വിദേശ നിർമ്മിത തൊഴിൽ ഉപകരണങ്ങൾ ഉപയോഗിച്ച് വീട് വൃത്തിയാക്കാനുള്ള വൈദഗ്ധ്യമാണ് ഇവരുടെ കൈമുതൽ. വീട്ടുജോലിക്ക് വിശ്വാസയോഗ്യമായ ആളെ കിട്ടാത്തവർക്കും പ്രവാസികൾക്കും ഒരുപോലെ ആശ്വാസമാവുകയാണ് ഓക്സിജൻ ക്ലീനേഴ്സ് എന്ന ഇവരുടെ സ്ഥാപനം. സുധയും പ്രീതിയും ജയയും കൊയിലാണ്ടി സ്വദേശിനികളായ 3 കുടുംബിനികൾ. സംരംഭക വഴിയിൽ നൂതന ആശയങ്ങളുമായി മുന്നേറുകയാണ് അവരിന്ന്. വീട് വൃത്തിയാക്കാൻ ആധുനിക വിദേശ നിർമ്മിത തൊഴിലുപകരണങ്ങൾ ഉപയോഗിക്കാനുള്ള വൈദഗ്ധ്യം സ്വായത്തമാക്കിയപ്പോഴും കോഴിക്കോട് ജില്ലാ സഹകരണ ബാങ്കിന്റെ സാമ്പത്തിക സഹായം കൂട്ടിനെത്തിയപ്പോഴും ഒരു വലിയ സ്വപ്നമാണ് സാക്ഷാത്കരിക്കപ്പെട്ടത്. ഇന്നിപ്പോൾ ഒരു മധ്യവർഗ കുടുംബത്തിന്റെ എല്ലാ ജീവിത സൗകര്യങ്ങളും ഇവർക്കുണ്ട്. പ്രവാസികൾ ഉൾപ്പെടെ കേരളത്തിലെ ഒട്ടനവധി കുടുംബങ്ങളെ ഏറെ കാലമായി അലട്ടിയിരുന്നൊരു പ്രശ്നമായിരുന്നു വീടും പരിസരവും വൃത്തിയായും മനോഹരമായും നിലനിർത്തുക എന്നത്. അതിനൊരു പരിഹാരമായി എത്തുകയും ഈ ദൗത്യം ഏറ്റെടുക്കുകയും ചെയ്ത ഓക്സിജൻ ക്ലീനേഴ്സിന് ഇന്ന് ഈ മേഖലയിൽ ഒരു സ്വതന്ത്ര വ്യക്തിത്വമുണ്ട്. തറകളാണ് നമ്മൾ അതിനനുസരിച്ച് പിന്നെ വ്യത്യസ്തമായ ആസിഡുകളും പിന്നെ ക്ലീനിങ് ഓയിലുകൾ പിന്നെ മിഷനിൽ ഉപയോഗിക്കുന്ന പാഡുകൾ ഇതൊക്കെ വളരെ വ്യത്യസ്തമാണ്. ഒന്നിനും യോജിച്ചത് തന്നെ തിരഞ്ഞെടുത്തില്ലെങ്കിൽ ആ തറയ്ക്ക് തന്നെ കേടുപാടുകൾ സംഭവിക്കുന്നത് കൊണ്ട് ഇതിന് നല്ല അറിവ് പിന്നെ സാങ്കേതിക പരിജ്ഞാനം തന്നെ ലഭിച്ചതിന് ശേഷമാണ് ഞങ്ങൾ ഈ സംരംഭത്തിന് തുടക്കമിട്ടത്. ഏറെ സാങ്കേതിക പരിജ്ഞാനം ആവശ്യമായ ഒരു തൊഴിൽ മേഖലയാണ് ക്ലീനിംഗ്. തറയുടെ സ്വഭാവത്തിനനുസരിച്ച് വിവിധ തരത്തിലുള്ള ക്ലീനിംഗ് ഉപാധികളാണ് ഉപയോഗിക്കേണ്ടത്. നിലം വൃത്തിയാക്കാൻ ഉപയോഗിക്കുന്ന സ്ക്രബ്ബർ, മെഷീനിൽ ഉപയോഗിക്കുന്ന പാഡുകൾ, ക്ലീനിംഗ് സോൾവെന്റുകൾ ഫ്ലോറിന്റെ ഘടനയ്ക്കനുസരിച്ച് മാറ്റിയവർ കൃത്യതയോടെ വൃത്തിയാക്കുന്നു. വീടിന്റെ ഏതു ഭാഗമായാലും ഇതിന്റെ പരിധിയിൽ വരും. ഈ മേഖലയിലേക്ക് കടന്നു വരുമ്പോൾ തന്നെ ഉപകരണദാതാക്കളിൽ നിന്ന് ആവശ്യമായ തൊഴിൽ പരിശീലനം നേടിയതാണ് ഈ പെൺകൂട്ടായ്മയുടെ വിജയം. എന്നാൽ താളുകൾ പുറകോട്ട് മറക്കപ്പെടുമ്പോൾ ഇവർക്ക് ഒരു കഥ പറയാനുണ്ട്.
കുടുംബത്തിന്റെ ബാധ്യതകളൊന്നും ചെന്നു കയറിയ വീട്ടിൽ ഇവർ അറിയിച്ചിരുന്നില്ല. സ്വന്തം കാലിൽ നിന്ന് ഒരു ചെറിയ സംരംഭം തുടങ്ങി കുടുംബത്തിന്റെ ബാധ്യതകൾ തീർത്ത് മക്കളെ നല്ല നിലയിൽ പഠിപ്പിക്കണമെന്ന് മാത്രമേ ഇവർക്കുണ്ടായിരുന്നുള്ളൂ. ഇത് ചെന്നെത്തിയത് കോഴിക്കോടുള്ള ഓക്സിജൻ ക്ലീനിംഗ് സൊല്യൂഷനിലാണ്. ഏറ്റെടുത്ത രംഗത്ത് ആത്മസമർപ്പണവും കഠിനാധ്വാനവും കുടുംബത്തിന്റെ പിന്തുണയും ഒത്തുചേർന്നപ്പോൾ ഇതവർക്ക് ഒരു മുതൽക്കൂട്ടായി മാറി. തങ്ങളുടെ ഒപ്പം 9 വീട്ടമ്മമാരെ കൂടി ഉൾപ്പെടുത്താൻ സാധിച്ചതിൽ ഇവരിന്ന് സന്തോഷിക്കുന്നു. കണ്ണൂരും മലപ്പുറത്തും കോഴിക്കോടും വയനാടും നിരവധി വീട്ടുടമകൾ ഇവരുടെ സേവനം വർഷത്തിൽ 2-3 തവണയെങ്കിലും പ്രയോജനപ്പെടുത്തുന്നു. ഒരു വലിയ വിഷയം ഇവരിന്ന് പരിഹരിച്ചിരിക്കുകയാണെന്നാണ് വീടുണ്ടാക്കി തന്റെ തൊഴിലിടത്തേക്ക് മടങ്ങുന്ന പ്രവാസികളുടെ സാക്ഷ്യപ്പെടുത്തൽ. പ്രവാസികൾ ഉൾപ്പെടെയുള്ള മറുനാടൻ മലയാളികളെ ഏറെ അലട്ടിയൊരു പ്രശ്നമാണ് ഓക്സിജൻ ക്ലീനേഴ്സ് ഈ തൊഴിൽ സംരംഭത്തിലൂടെ പരിഹരിച്ചു പോരുന്നത്. കോഴിക്കോടും കണ്ണൂരിലും മലപ്പുറത്തും വയനാട്ടിലും നിരവധി വീട്ടുടമകൾക്കും സ്ഥാപനങ്ങൾക്കും സേവനങ്ങൾ ലഭ്യമാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇവരിന്ന്. ക്യാമറമാൻ ശൈലേഷിനോടൊപ്പം കാർത്തിക നെല്ലിക്കോട്, ന്യൂസ് ബ്യൂറോ, കൊയിലാണ്ടി. നിർവചനങ്ങൾക്ക് വഴങ്ങാത്ത എഴുത്തുകാരനായിരുന്നു OV വിജയനെന്ന് NS മാധവൻ. കോഴിക്കോട് റാസ്ബെറി ബുക്സും ഖസാക്ക് അറ്റ് കാലിക്കറ്റും സംയുക്തമായി സംഘടിപ്പിച്ച OV വിജയൻ അനുസ്മരണം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നിർവചനത്തിനും വ്യാഖ്യാനത്തിനും വഴങ്ങാത്ത ഒരാളുടെ മഹത്തായ കൃതിക്ക് നേരിടുന്ന ഔന്നത്യവും ദുരന്തവുമാണ് OV വിജയന്റെ ഖസാക്കിന്റെ ഇതിഹാസം ഇന്ന് നേരിടുന്നതെന്ന് എഴുത്തുകാരൻ NS മാധവൻ അഭിപ്രായപ്പെട്ടു. കോഴിക്കോട് റാസ്ബെറി ബുക്സും ഖസാക്ക് കാലിക്കറ്റും സംയുക്തമായി സംഘടിപ്പിച്ച OV വിജയൻ അനുസ്മരണ പ്രഭാഷണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഫാസിസത്തിന്റെയും ജാതീയതയുടെയും വർഗീയതയുടെയുമെല്ലാം ചതിക്കുഴികളുടെ വക്കിലായിരുന്നു വിജയന്റെ രചനകളെന്നും ഖസാക്കിന്റെ ഇതിഹാസത്തിന്റെ ഏറ്റവും പുതിയ പതിപ്പിൽ ഫാസിസ്റ്റ് ചുവകളുള്ള അനേകം ടിപ്പണികൾ നിറയുന്നത് ഇതുകൊണ്ടാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പിടികൊടുക്കായ്മയായിരുന്നു വിജയന്റെ മുഖമുദ്ര. നിർവചനങ്ങൾക്ക് വഴങ്ങാത്ത എഴുത്തുകാരനായിരുന്നു OV വിജയനെന്നും അദ്ദേഹം പറഞ്ഞു. ലോകം മുഴുവൻ മാറിക്കൊണ്ടിരിക്കുന്ന, ലോകം മുഴുവൻ പ്രക്ഷുബ്ധമായിരിക്കുന്ന കാലഘട്ടത്തിൽ 2 എഴുത്തുകാർ ഈ ലോകത്ത് നിന്ന് പിൻവാങ്ങി മറ്റൊരു സാങ്കല്പിക ലോകമുണ്ടായി. ഈ 2 എഴുത്തുകാരും ആ സാങ്കല്പിക ഗ്രാമത്തെക്കുറിച്ച് 2 നോവലുകൾ എഴുതി. 1967 തന്നെയാണ് മാർക്കസിന്റെ 100 Years of Solitude വരുന്നത്, മക്കോണ്ടയെ കുറിച്ച്. 1967 തന്നെയാണ് ഖസാക്കിന്റെ ഇതിഹാസം ആദ്യമായിട്ട് മാതൃഭൂമിയിൽ സീരിയലൈസ് ചെയ്യാൻ തുടങ്ങുന്നത്. ഈ ഒരു പ്രക്ഷുബ്ധമായ കാലഘട്ടത്തിനോട് അന്ന് എങ്ങനെ പ്രതികരിച്ചോ ഈ പ്രതികരണം ലോകത്തിന്റെ പല ഭാഗത്തും ഉണ്ടായ, ഇതേതാണ്ട് ലോകം മുഴുവൻ എല്ലാ ആശയങ്ങളും ഒരു ഈസ്റ്റ് പോലെ, ബാക്ടീരിയ പോലെ പറന്നു കിടക്കുന്നു എന്നുള്ളതിന്റെ തെളിവാണ് ഈ 2 പുസ്തകങ്ങൾ. 2 KP കേശവമേനോൻ ഹാളിൽ നടന്ന പരിപാടിയിൽ N മാധവൻകുട്ടി അധ്യക്ഷം വഹിച്ചു. നാടകകലയിലെ ദൃശ്യഭാഷയെക്കുറിച്ച് ഖസാക്കിന്റെ ഇതിഹാസം നാടക സംവിധായകൻ ദീപൻ ശിവരാമനും ദീപൻ ശിവരാമന്റെ കലയ്ക്കൊരാമുഖം എന്ന വിഷയത്തിൽ രേണു രാമനാഥും സംസാരിച്ചു. മനോജ് സ്വാഗതവും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കൊയിലാണ്ടി കൊല്ലം പ്രദേശത്തെ ജലസമൃദ്ധിയാൽ സമ്പന്നമാക്കിയ കൊല്ലം ചിറ ഇന്ന് ജലവിധാനം താഴ്ന്ന് നാശോന്മുഖമായി കൊണ്ടിരിക്കുകയാണ്. നീണ്ട 10 വർഷത്തിനു ശേഷം ഇതാദ്യമായാണ് ചിറയ്ക്ക് ഈ ദുസ്ഥിതി കൈവന്നത്. കടുത്ത വരൾച്ച നേരിട്ട പല സന്ദർഭങ്ങളിലും പ്രദേശത്തുകാരെ ജലക്ഷാമത്തിൽ നിന്നും രക്ഷിച്ച ചിറയെ നവീകരണ പ്രവൃത്തിയിലൂടെ സംരക്ഷിക്കണമെന്ന മുറവിളിയിലാണ് നാട്ടുകാർ. കൊയിലാണ്ടി കൊല്ലം പ്രദേശത്തെ വേറിട്ടു നിർത്തുന്നത് ജലസമൃദ്ധിയാൽ സമ്പന്നമായ കൊല്ലം ചിറയാണ്. കടുത്ത ചൂടിലും പ്രദേശത്തുകാർ ആശ്രയിച്ചിരുന്നത് ഈ ചിറയെ തന്നെയായിരുന്നു. എന്നാൽ ജലവിധാനം നന്നേ താഴ്ന്ന അവസ്ഥയിലാണ് ചിറയുന്നുള്ളത്. 10 വർഷത്തിന് ശേഷം ആദ്യമായാണ് ചിറയിലെ ജലവിധാനം ഇത്രയധികം താഴുന്നത്. സമൃദ്ധമായി നിറഞ്ഞു കവിഞ്ഞു നിന്ന ചിറയിൽ ചളി നിറഞ്ഞ് പച്ച കെട്ടിയ നിറമാണിപ്പോൾ. ഇത് പ്രദേശവാസികളെ ഏറെ ദുഃഖത്തിലാഴ്ത്തുകയാണ്. വെള്ളം മലിനമാണെങ്കിലും ഇപ്പോഴും ആളുകൾ ചിറയിലിറങ്ങി കുളിക്കാറുണ്ട്. പിഷാരിക്കാവ് ക്ഷേത്രം, അനന്തപുരം മഹാവിഷ്ണു ക്ഷേത്രം, തളി മഹാദേവ ക്ഷേത്രം, വേട്ടയ്ക്കൊരുമകൻ ക്ഷേത്രം എന്നിവയുടെ കുളിക്കടവ് കൂടിയാണിത്. ചിറയുടെ ഒരു ഭാഗം മാത്രമാണ് കെട്ടി സംരക്ഷിച്ചിരിക്കുന്നത്. ബാക്കി 3 ഭാഗത്തും കാട് വളർന്ന് നശിക്കുകയാണ്. മുമ്പ് 14 ഏക്കറോളം ഉണ്ടായിരുന്ന ചിറ പിന്നീട് വശങ്ങളിലൂടെ റോഡ് വന്നപ്പോൾ 12 ഏക്കറായി മാറി. അരികുകൾ ഇടിഞ്ഞും നികന്നും ഇന്ന് വീണ്ടും ചിറ ചുരുങ്ങിയിരിക്കുകയാണ്. 1982 ചിറ നവീകരണത്തിന് ആദ്യ ശ്രമമുണ്ടായത്. പിന്നീട് P ശങ്കരൻ ടൂറിസ്റ്റ് മന്ത്രിയായിരിക്കെ നവീകരണത്തിനായി 95.5 ലക്ഷം രൂപയുടെ പദ്ധതി തയ്യാറാക്കിയിരുന്നു. പദ്ധതിയുടെ 1ാം ഘട്ടത്തിൽ 17.5 ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തി. ചിറയുടെ കിഴക്കുഭാഗം അങ്ങനെ സുരക്ഷിതമായി. എന്നാൽ ബാക്കി 3 ഭാഗവും സംരക്ഷിക്കാത്തതിന്റെ അനന്തരഫലമാണ് ചിറയുടെ ഇന്നത്തെ അവസ്ഥ. പ്രദേശവാസികൾക്ക് വെള്ളത്തിന് ബുദ്ധിമുട്ട് ഒരു കാലത്തും വരില്ല.
ചെറിയൊരു വെള്ളം ഉണ്ടായാൽ കടപ്പുറം വരെയും ഇങ്ങ് അങ്ങാടി വരെയും ഉള്ള എല്ലാ കിണറ്റിലും വെള്ളം ഉണ്ടാവും. ഇപ്പോൾ ഒക്കെ വെള്ളം വറ്റി തുടങ്ങി. ഞങ്ങൾ കുഴൽക്കിണറിൽ നിന്നാണ് വെള്ളം എടുക്കുന്നത്. ഇപ്പോൾ ഒരു 8-10 കൊല്ലം മുമ്പ് ഒരിക്കലും അങ്ങനെ പറ്റിയിരിക്കും. പ്രദേശവാസികൾക്ക് ഇതില്ല എങ്കിൽ കുടിവെള്ളമില്ല. അവിടുന്ന് തെക്കോട്ടുള്ള ആ ഭാഗത്തെ കുന്നുംപറാണല്ലോ, അവിടുത്തുകാർക്കൊക്കെ ഈ ഒരു ചിറവുണ്ടാ വെള്ളം കിട്ടുന്നത്. ചിറ നവീകരണത്തിനായി ഇളയിടത്ത് വേണുഗോപാലൻ ട്രസ്റ്റി ബോർഡ് ചെയർമാനായിരിക്കെ 2 ലക്ഷം രൂപയുടെ എസ്റ്റിമേറ്റ് തയ്യാറാക്കി മലബാർ ദേവസ്വം ബോർഡിന് അയച്ചിരുന്നു. എന്നാൽ ആ പദ്ധതിക്കും അംഗീകാരം ലഭിച്ചില്ല. ചിറയുടെ നവീകരണത്തിന് പിന്നീട് 3.24 കോടി രൂപയുടെ പദ്ധതി തയ്യാറാക്കി നബാർഡിന് അയച്ചു കൊടുത്തിട്ടുണ്ട്. നബാർഡിന്റെ വർക്ക് ഓർഡർ കിട്ടിയാൽ പണി തുടങ്ങാൻ കഴിയുമെന്നാണ് ബന്ധപ്പെട്ടവർ പറയുന്നത്. ജലസമൃദ്ധിയാൽ നിറഞ്ഞു നിൽക്കുന്ന ഈ ചിറയുടെ അവസ്ഥ നാടിനെ തന്നെ ദുഃഖത്തിലാഴ്ത്തുകയാണ്. പ്രദേശത്തുകാർക്കെന്ന പോലെ വഴിയാത്രക്കാർക്കും ഏറെ കാഴ്ച വൈവിധ്യങ്ങളും കുളിർമയുമേകുന്ന ചിറ സംരക്ഷിക്കപ്പെടും എന്ന വിശ്വാസത്തിലാണ് ഈ കൊല്ലത്തുകാർ. ന്യൂസ് ബ്യൂറോ, കൊയിലാണ്ടി. വാർത്തകളിൽ ഒരു ഇടവേള കൂടി. I need is you by my side, so shine forever, world's fine as gold. You will never be far, like stars on the night sky, raining deep in my heart. Chemanur. Bobby Chemanur International Jewelers. ഹലോ, ഒരു ചെറിയ ഷോപ്പിംഗ് ചെയ്യണമായിരുന്നു. ഒരു 4-5 ഡ്രസ് വാങ്ങിക്കുന്നതാണോടാ ചെറിയ ഷോപ്പിംഗ്? അയ്യോ, ഇതൊന്നും തികയില്ല. തികയും, മിച്ചവും വരും. നീ കല്യാൺ സിൽക്സിലോട്ട് പോയി അവരുടെ സ്റ്റാർസ് കളക്ഷൻസ് ട്രൈ ചെയ്യും. സ്റ്റാർസ് കളക്ഷനോ? ദാ നോക്ക്, ഇതാണ് കല്യാൺ സിൽക്സിന്റെ സ്വന്തം പ്രൊഡക്ഷൻ യൂണിറ്റുകളിൽ ഒന്ന്. ഇവിടെ നിന്നാണ് 100% ക്വാളിറ്റിയോടുകൂടി ഇടനിലക്കാരില്ലാതെ സ്റ്റാർസ് കളക്ഷൻസ് നമ്മുടെ കൈകളിലെത്തുന്നത്. കല്യാൺ സിൽക്ക് സ്റ്റാർസ് കളക്ഷൻസ്, മെൻസ് വെയർ, ലേഡീസ് വെയർ, സാരി, കിഡ്സ് എന്നിവയിലെ ഏറ്റവും പുതിയ കളക്ഷനുകൾ. വില 250 രൂപ മുതൽ 2500 രൂപ വരെ. ഹലോ, നീ ഷോപ്പിങ്ങിന് പോയില്ലേ? ഷോപ്പിംഗും കഴിഞ്ഞു, മിച്ചവും വന്നു. അതല്ല സ്റ്റാർസ് കളക്ഷൻസ്, പോക്കറ്റ് മണി കൊണ്ട് ഇനി അടിമുടി മാറാം. Kalyan Silks. Different cultures, one emotion. Malabar Gold and Diamonds. Celebrate the beauty of life. വാർത്തകൾ തുടരുന്നു. ദേശത്തിന്റെ കഥ പറയാൻ ഇനി ചന്ദ്രകാന്തമില്ല. ചരിത്രത്തിലേക്കും സാമൂഹ്യ ജീവിതത്തിലേക്കും വായനക്കാരനെ കൈപിടിച്ച് നടത്തിയ എസ് കെ പൊറ്റക്കാടിന്റെ ഭാവനയിൽ മഷി പടർത്തിയ ചന്ദ്രകാന്തം വീട് ഇനി ഒരു ഓർമ്മ മാത്രം. കോഴിക്കോടിന്റെ ഗതകാല ചരിത്രത്തിലേക്ക് വായനക്കാരെ നയിച്ച എസ് കെ പൊറ്റക്കാടിന് ഇനി ഓർമ്മകളിൽ മാത്രമാണ് ഇടമുള്ളത്. ജീവിതത്തിന്റെ പകുതിയിലേറെ എസ് കെയുടെ ചിന്തകൾക്ക് ഭാവന പടർത്തിയ ചന്ദ്രകാന്തം വീടാണ് ഇന്ന് ഓർമ്മ മാത്രമായത്. എസ് കെയുടെ പുതിയറയിലെ തറവാട് വീട് പൊളിച്ച് പുതിയ വീട് നിർമ്മിക്കുന്നതാണ് ഓർമ്മകൾക്ക് അല്പം ഭംഗമേറ്റതിനു പിന്നിലെ കാരണം. എസ് കെയുടെ മൂത്ത മകൻ ജ്യോതീന്ദ്രനാണ് പുതിയ വീട് നിർമ്മിക്കുന്നത്. എസ് കെ തന്റെ ഭാവനകൾക്ക് നിറം പകർത്തിയത് ചന്ദ്രകാന്തം വീട്ടിലായിരുന്നു. ഒപ്പം കോഴിക്കോടിന്റെ സാംസ്കാരിക ചിന്തകൾ ഉയർന്നു വന്നതും ചർച്ചകൾ നടന്നതും ഇവിടെ തന്നെയാണ്. അതിരാണിപ്പാടം എന്ന ഗ്രാമത്തിന്റെ തുടിപ്പും തേങ്ങലും പ്രകൃതിയുമെല്ലാം വായനക്കാരന് പകർന്നു നൽകിയ ഒരു ദേശത്തിന്റെ കഥ എസ് കെ രചിച്ചത് ചന്ദ്രകാന്തത്തിലിരുന്നാണ്. അന്ന് അദ്ദേഹം പറഞ്ഞത് കോഴിക്കോടിന്റെ കഥകളായിരുന്നു. സഞ്ചാരിയായിരുന്ന അദ്ദേഹത്തിന്റെ യാത്രകൾക്ക് മൂകസാക്ഷിയായിരുന്നു കോഴിക്കോട്. കോഴിക്കോടിന് മറക്കാൻ കഴിയാത്തതാണ് എസ് കെയുടെ ഓർമ്മകൾ. ഇപ്പോൾ പൂർണ്ണമായി പൊളിച്ചു നീക്കിയ ചന്ദ്രകാന്തത്തിൽ നിന്ന് എസ് കെ ഉപയോഗിച്ചിരുന്ന ടൈപ്പ് റൈറ്റർ, കയ്യെഴുത്ത് പ്രതികൾ, ജ്ഞാനപീഠ പുരസ്കാരം തുടങ്ങിയ അവശേഷിപ്പുകളും നെഞ്ചോട് ചേർക്കാൻ ഒരു പിടി കഥകളുമാണ് ബാക്കിയാവുന്നത്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കടൽ മത്സ്യങ്ങളെ എരിവും പുളിയും ചേർത്ത് നാടൻ രുചിയിൽ പരിചയപ്പെടുത്തുകയാണ് ഫിഷോമാനിയ സീ ഫുഡ് ഫെസ്റ്റിവൽ. കോഴിക്കോട്ടെ ഭക്ഷണപ്രിയർക്കായി ഹൈസൺ ഹെറിറ്റേജിലെ ബൻഹാർ റെസ്റ്റോറന്റ് ഒരുക്കുന്ന ഫെസ്റ്റിവൽ മെയ് 20 മുതൽ 26 വരെ നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. കടൽ വിഭവങ്ങൾ ഇനി പുതിയ രുചിയിലും വൈവിധ്യത്തിലും കോഴിക്കോട്ടെ ഭക്ഷണപ്രിയർക്ക് മുന്നിലെത്തും. നാടൻ രുചികളുടെ വൈവിധ്യം കോഴിക്കോട്ടുകാർക്ക് പരിചയപ്പെടുത്തുന്നത് ഹോട്ടൽ ഹൈസൺ ഹെറിറ്റേജിലെ ബെൻഹർ റെസ്റ്റോറന്റാണ്. പൂർണ്ണമായി നാടൻ കൂട്ടുകളാൽ തയ്യാറാക്കുന്ന രുചിയേറുന്ന വിഭവങ്ങളാണ് ആസ്വാദകർക്ക് മുന്നിലെത്തുന്നത്. ഫിഷോമാനിയ എന്ന പേരിൽ കേരളീയ ശൈലിയിൽ വിഭവങ്ങൾ ഒരുക്കുന്നത് ഷെഫ് ഡെന്നി ഡേവിസ് ആണ്.
ഇത്തരം നാടൻ വിഭവങ്ങൾ പരിചയപ്പെടുത്താനാണ് വിവിധതരം രുചിക്കൂട്ടുകളുടെ ഫെസ്റ്റിവൽ മെയ് 20 മുതൽ 26 വരെ നടത്തുന്നതെന്ന് സംഘാടകർ പറയുന്നു. തനതായ നാടൻ ശൈലിയിൽ നാടൻ ഭക്ഷണ രീതിയോട് ചേർത്ത് നമ്മുടെ പൂർവികരിൽ നിന്ന് നമുക്ക് പകർന്നു കിട്ടിയിരിക്കുന്ന ചില കുക്കിംഗ് മെത്തേഡുകൾ ഉപയോഗിച്ചുകൊണ്ട് ആർട്ടിഫിഷ്യലായ ഒരു ഭക്ഷണ പദാർത്ഥങ്ങളും ഇതിനകത്ത് ഉപയോഗിക്കാതെ, കളറുകളോ മറ്റുള്ള ടേസ്റ്റിംഗ് ഇതൊന്നും ഒന്നും ഉപയോഗിക്കാതെ തനി നാടൻ രീതിയിൽ നമ്മളൊരു ഭക്ഷണം ഒരുക്കി നമ്മുടെ മലബാർ മേഖലയിലുള്ളവരെ ഡിഫറൻ്റായ ഒരു രുചി അവരിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു ലക്ഷ്യത്തോടു കൂടി ഉച്ചയ്ക്ക് 12 മുതൽ 3 മണി വരെയും വൈകുന്നേരം 7 മുതൽ 11 മണി വരെയുമാണ് ഫെസ്റ്റിവൽ സംഘടിപ്പിക്കുന്നത്. ഫെസ്റ്റിവലിന്റെ ഭാഗമായി വിവിധതരം സ്നാക്കുകൾ, സൂപ്പുകൾ, കറികൾ എന്നിവയും ഒരുക്കുന്നുണ്ട്. കൊഞ്ചുവട, എരിപ്പൊരി, മീൻപൊരി, കായൽക്കര ഷാപ്പുകറി, കാന്താരിക്കപ്പ, കുഞ്ഞൻ മത്തി പൊരിച്ചത്, കൂന്തൽ കിഴി തുടങ്ങി തനി നാടൻ വിഭവങ്ങളാണ് ഫെസ്റ്റിവലിന്റെ രുചി കൂട്ടുന്നത്. 110 മുതൽ 600 വരെയാണ് നാവിൽ രുചിയേറും വിഭവങ്ങളുടെ വില. ഇതുകൂടാതെ ബിരിയാണി, വെള്ളപ്പം, കപ്പ എന്നിവയും ഫെസ്റ്റിവലിന്റെ ഭാഗമായുണ്ട്. കൂന്തൽ കിഴി അടങ്ങിയ ഫാമിലി പാക്കിന് 1200 രൂപയാണ് ഈടാക്കുന്നത്. വിഭവങ്ങൾക്കൊപ്പം വിവിധതരം പായസങ്ങളും രുചിപ്രിയർക്കായി ഒരുക്കുന്നുണ്ട്. ഹോട്ടൽ ഹൈസൺ ഹെറിറ്റേജിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ ചെയർമാൻ ഹൈദ്രു ഹാജി, ജനറൽ മാനേജർ TB ജോർജ്, OM സാജൻ വാത്താലൂരൻ, FNB മാനേജർ ഷിനോയ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. മലയാള ചലച്ചിത്ര സൗഹൃദവേദിയും മൂവി മാജിക് ഫിലിം അക്കാദമിയും KNR ടുഡേ ഓൺലൈൻ ലൈവ് സ്ട്രീമിംഗ് ചാനലും സംയുക്തമായി ഏർപ്പെടുത്തിയ പത്മഭൂഷൺ പ്രേം നസീർ ഫിലിം ആൻഡ് TV അവാർഡുകൾ പ്രഖ്യാപിച്ചു. നടൻ പ്രേംകുമാർ, നിർമ്മാതാവ് PV ഗംഗാധരൻ, ഗായകൻ ദേവാനന്ദ് എന്നിവർക്കാണ് ഫിലിം അവാർഡ്. മെയ് 28 ശനിയാഴ്ച വൈകിട്ട് 6 മണിക്ക് കണ്ണൂർ മുണ്ടയാട് ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടക്കുന്ന താരോത്സവത്തിൽ അവാർഡുകൾ സമ്മാനിക്കും. അറിയിപ്പുകൾ. മെയ് 21 ശനിയാഴ്ച കോഴിക്കോട്ട് നളന്ദ ഓഡിറ്റോറിയത്തിൽ സൗജന്യ സ്വയം തൊഴിൽ പരിശീലനം സംഘടിപ്പിക്കുന്നു. വനിതകൾക്കും വീട്ടമ്മമാർക്കുമായി കരകൗശല വസ്തു നിർമ്മാണം, ഗ്ലാസ് പെയിന്റിംഗ്, ഫോട്ടോ പെയിന്റിംഗ്, ഫോട്ടോ ലാമിനേഷൻ, ഗ്ലാസ് എച്ചിംഗ് എന്നിവയിലാണ് പരിശീലനം. ഫോൺ 8089238487. കേരള സർക്കാർ സ്ഥാപനമായ IHRDയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന തിരുത്തിയാട് ടെക്നിക്കൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ 2016-17 അധ്യയന വർഷത്തേക്ക് ഗസ്റ്റ് ലെക്ചർമാരെ നിയമിക്കുന്നു. 26-27 തീയതികളിൽ സ്കൂളിൽ വെച്ചാണ് ഇന്റർവ്യൂ. വിശദവിവരങ്ങൾക്ക് 0495-272-1070 എന്ന നമ്പറിൽ ബന്ധപ്പെടണം. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വിലാസം www.jillavartakal.com. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ന്യൂനപക്ഷങ്ങൾക്ക് ഭയപ്പാട് സൃഷ്ടിച്ച LDF-UDF പ്രചരണങ്ങൾക്ക് ചെങ്ങന്നൂരിലെ ഫലം കനത്ത തിരിച്ചടിയാകുമെന്ന് അഡ്വക്കേറ്റ് PA ശ്രീധരൻപിള്ള. മലാപ്പറമ്പ് UP സ്കൂൾ അടച്ചുപൂട്ടാനുള്ള ഉത്തരവിനെതിരെ സമരം ശക്തമാകുന്നു. ഐക്യദാർഢ്യവുമായി നിരവധി സംഘടനകളും രംഗത്ത്. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണലിന് ഇനി മണിക്കൂറുകൾ മാത്രം. വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിൽ കനത്ത സുരക്ഷാ സംവിധാനങ്ങൾ. വിജയാഹ്ലാദം കൊഴുപ്പിക്കാൻ ബാൻഡ് സംഘങ്ങൾ ഒരുങ്ങി. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers.